so the light within the light within and so നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ദിലീപ്. ചിരഞ്ജീവിയായ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ ജനനം കൊണ്ട് പുണ്യഭൂമിയായി മാറിയ അഞ്ജനാദ്രി കുന്നുകളിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. കർണാടകയിലെ ഹോസപ്പേട്ട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഹംപിയിൽ നിന്ന് അധികം ദൂരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യഭൂമിയാണ് അഞ്ജനാദ്രി കുന്നുകൾ. ഹനുമാൻ സ്വാമിയുടെ മാതാവായ അഞ്ജനാദേവി ശാപഗ്രസ്തയായി ഭൂമിയിൽ അഞ്ജനാദ്രി കുന്നുകളിലാണ് ജീവിച്ചിരുന്നത്. ശാപമോക്ഷത്തിനായി ഭഗവാൻ മഹാദേവനെയും പാർവതീദേവിയെയും വളരെ ദീർഘനാൾ ഈ കുന്നിന് മുകളിൽ വെച്ച് അഞ്ജനാദേവി പ്രാർത്ഥിച്ചു. ഒരു വാനരനായ സൽപുത്രനെ ലഭിച്ചാൽ മാത്രമേ തനിക്ക് ശാപമോക്ഷം കിട്ടി പഴയ രൂപത്തിലേക്ക് തനിക്ക് പോകാനായി സാധിക്കൂ എന്നതുകൊണ്ട് ഭഗവാനെ അതികഠിനമായി ഈ അഞ്ജനാദ്രി കുന്നുകൾക്ക് മുകളിൽ വെച്ച് ധ്യാനത്തിൽ പ്രാർത്ഥിച്ചു. ദേവിയുടെ പ്രാർത്ഥന കേട്ടിട്ട് മഹാദേവനും പാർവതീദേവിയും അകമഴിഞ്ഞ് അനുഗ്രഹങ്ങൾ നൽകി. അഞ്ജനാദേവിയുടെ ഗർഭത്തിൽ ഒരു ദിവ്യ ശിശുവായി ഹനുമാൻ സ്വാമി അങ്ങനെ അഞ്ജനാദ്രി കുന്നുകൾക്ക് മുകളിൽ ജന്മം പൂണ്ടു. തുടർന്ന് മാതാവായ അഞ്ജനാദേവി പൂർവസ്ഥിതി പ്രാപിച്ച് മോക്ഷം നേടുകയും ചെയ്തു. കുട്ടിയായിരുന്ന ഹനുമാൻ നിരവധി വിക്രിയകളും കൗതുകകരമായ കളികളും കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പറ്റുകയും ഒരു ബാഹുബലിയായി വളർന്ന് വലുതായി ശക്തിമാനായി വിരാജിച്ചിരുന്ന കാലം. രാമായണത്തിലും മറ്റും പറയുന്നത് പോലെയുള്ള നിരവധി സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായതാണ് ഈ അഞ്ജനാദ്രി കുന്നുകളും അതിന് സമീപത്തുള്ള കിഷ്കിന്ധയും ബാലി ഗുഹയും ഒക്കെ തന്നെ നമുക്ക് ഈ പ്രദേശങ്ങളിൽ അടുത്തടുത്തായി തന്നെ കാണുവാനായി സാധിക്കും. തുംഗഭദ്ര നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഞ്ജനാദ്രി കുന്ന് വളരെ ഉച്ചസ്ഥായിയായ ഒരു മലനിരയാണ്. പാറകൾ കൊണ്ട് അടുക്കിക്കെട്ടിയത് മാതിരി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കുന്നിന് മുകളിൽ എത്തിച്ചേരുവാനായി 575ഓളം കൽപ്പടികളാണുള്ളത്. കുന്നിന് ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അമ്പലത്തിന്റെ മുകളിൽ പാറിപ്പറക്കുന്ന ഭഗവാന്റെ കൊടി നമുക്ക് കാണുവാനായി സാധിക്കും. അപ്പോഴാണ് മനസ്സിൽ ഒരു ചിന്ത പ്രായമായവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് കടന്നു വരുന്നത്. ഭഗവാനെ ഇത്രയും ഉയരത്തിൽ ഈ പടികൾ എങ്ങനെ കയറി എത്തിച്ചേരുവാനായി സാധിക്കും, പറ്റുമോ ഇല്ലയോ എന്ന സന്ദേഹത്തിലായിരിക്കും മിക്കവരും ഈ കുന്നിന്റെ കയറ്റം കയറി തുടങ്ങുന്നത്. പക്ഷെ വാസ്തവം പറയട്ടെ, മുകളിലേക്കുള്ള കുന്നിലേക്ക് കയറുന്നതിനുള്ള കൽപ്പടവുകൾക്ക് മുകളിൽ സുരക്ഷിതമായ തണലൊരുക്കിക്കൊണ്ട് ഷീറ്റുകൾ മേഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയില് ഒട്ടും തന്നെ തലയിലടിക്കാതെ നമുക്ക് മുകളിലേക്ക് ക്ഷീണമേതുമറിയാതെ കയറുവാനായി സാധിക്കും. മുകളിലേക്ക് ചെല്ലുന്തോറും വശങ്ങളിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റ് നമുക്ക് സുഖശീതളിമയും പകരും. ഏറ്റവും മുകളിൽ 575 പടി കയറി ഭഗവത് സന്നിധിയിൽ എത്തുമ്പോഴാണ് നാം ഒരു കാര്യം അറിയുന്നത്. ഈ കുന്ന് നാം ഒറ്റയ്ക്കല്ല കയറിയത്, ഭഗവാൻ ആഞ്ജനേയ സ്വാമിയുടെ കൈകളിൽ ഇരുന്ന് കയറിയതുപോലെ ഉള്ള അനുഭൂതിയായിരിക്കും നമുക്ക് ലഭിക്കുക. കാരണം ഈ കുന്ന് കയറിയതിന്റെ ക്ഷീണം ഒട്ടും തന്നെ മുകൾ പരപ്പിലെത്തിയാൽ നമുക്ക് അനുഭവപ്പെടുകയേ ഇല്ല. അത് എനിക്ക് മാത്രമല്ല, അവിടെ വന്ന സകലമാന പേരുടെയും അഭിപ്രായം ഇത് തന്നെയായിരിക്കും. അത്രയ്ക്ക് ദിവ്യമായ ഒരു അന്തരീക്ഷമാണ് ആ കുന്നിന് മൊത്തത്തിൽ തന്നെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. പടവുകൾ കയറുമ്പോൾ കടന്നു പോകുന്ന പാതയുടെ ഇരുവശങ്ങളിലുമായി നിരവധി കല്ലുകൾ കൂട്ടിക്കെട്ടി പ്രകൃതി തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. കൂറ്റൻ പാറകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പാറകളിൽ നിരവധിയായ വാനര രൂപങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. അത് വളരെ അത്ഭുതം നൽകുന്ന ഒരു കാഴ്ചയുമാണ്. മുകളിലേക്കുള്ള കൽപ്പടവുകൾ കയറുമ്പോൾ
ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുവാനായും ഇരിക്കുവാനുമായും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ചിലരെല്ലാം അല്പസമയം ഇരുന്ന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയുമെല്ലാം വീക്ഷിച്ച ശേഷമാണ് മുകളിലേക്ക് കയറുന്നത്. ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ അവിടെയാണ് ഭഗവാന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് പണ്ടൊരു കൂറ്റൻ പാറയാണ് ഉണ്ടായിരുന്നത് അത്രേ. ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരു സന്യാസി വര്യൻ ഈ പാറയുടെ ചുവട്ടിലെത്തി എന്നും ഹനുമാൻ സ്വാമിയുടെ ഒരു രൂപം കരിക്കട്ട കൊണ്ട് ചുവരിൽ വരച്ചിട്ട ശേഷം അതിന് ചുവട്ടിലിരുന്ന് ദീർഘനേരം ഭഗവാനെ ധ്യാനിക്കുമായിരുന്നു. പക്ഷേ ധ്യാനം കഴിഞ്ഞ് ഇദ്ദേഹം എണീറ്റ് നോക്കുമ്പോൾ വരച്ചിട്ട ചിത്രം അവിടെ കാണാറില്ല. ഭഗവാൻ ഒരു തമാശയ്ക്കെന്നോണം അത് അഴിച്ചു മാറ്റിക്കളെ, അല്ലെങ്കിൽ തന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് ഭക്തന് അറിവ് കൊടുക്കുന്നതിനായിരിക്കാം അത് അഴിഞ്ഞു പോയതായി കാണുന്നു. പിറ്റെന്നും രാവിലെ ഈ സാധു വന്നിട്ട് ഭഗവാൻ ഹനുമാന്റെ ഒരു ചിത്രം അവിടെ വരയ്ക്കുന്നു, അതിന് ചുവട്ടിൽ ധ്യാനമിരിക്കുന്നു. അന്നും ഇത് അഴിഞ്ഞു പോകുന്നു. ഇത് നിരവധി ദിവസങ്ങളിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഭക്തന്റെ ഈ നിശ്ചയദാർഢ്യത്തിനും ഭക്തിക്കും മുന്നിൽ ഭഗവാൻ സംപ്രീതനായി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷം. തന്നോട് മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും ഈ കുന്നിനു മുകളിൽ നിത്യവും എല്ലാവർക്കും ദർശനം നൽകിക്കൊണ്ട് വരങ്ങൾ നൽകിക്കൊണ്ട് സ്ഥിതി ചെയ്യുമെന്നും അദ്ദേഹം വാക്കുകൊടുത്തു. അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ ഇത്രയും ചൈതന്യം വർദ്ധിച്ചിരിക്കുന്നതായി ആളുകൾക്ക് അനുഭവപ്പെടുന്നതിനുള്ള പ്രധാന കാരണം എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഒരു അത്തിമരം നിൽപ്പുണ്ട്. ആ അത്തിമരത്തിൽ അമ്പലത്തിൽ മണിയടിക്കുന്ന സമയത്തെല്ലാം മിക്കവാറും ചില വാനരന്മാർ വന്നിരുന്ന് അതിന്റെ കൊമ്പുകൾ വളരെ താളാത്മകമായി ആ മണിശബ്ദത്തിനൊപ്പിച്ച് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വളരെ സന്തോഷം നൽകുന്നതാണ്. അമ്പലത്തിന്റെ ഒരു വശത്തായി ഒരു ചെറിയ കുളം പോലെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ സേതുബന്ധനത്തിനായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പൊങ്ങിക്കിടക്കുന്ന പാറയുടെ ഒരു കഷ്ണവും സൂക്ഷിച്ചിട്ടുണ്ട്. അതും കാണുവാനായി സാധിക്കും. അമ്പലത്തിൽ നിത്യവും ദർശനത്തിനെത്തുന്നവർക്ക് അത്യാവശ്യം കഴിക്കുവാനായിട്ടും വിശപ്പ് മാറ്റുവാനുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രസാദമായും മറ്റും നൽകുന്നുണ്ട്. വളരെ മനോഹരമാണ് 360 ഡിഗ്രിയിൽ ഈ കുന്നിന് മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച. വളരെ വളരെ ദൂരെയുള്ള കുന്നുകളും മലകളും പുഴകളും എല്ലാം, തുംഗഭദ്ര ഉൾപ്പെടെ നദിയും അതിന്റെ കരകളിലുള്ള കൃഷിസ്ഥലങ്ങളും പാറക്കൂട്ടങ്ങളും മലകളും കുന്നുകളും ഒക്കെ ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ഏതുകൊണ്ടും മനസ്സിന് വളരെ നിർവൃതി നൽകുന്ന ഒരു അനുഭവമാണ് അഞ്ജനാദ്രി കുന്നുകളിലെ മുകളിലുള്ള ഭഗവാനെ ദർശിക്കുക എന്നത്. അഞ്ജനാദ്രിയിൽ നിന്ന് നാം താഴെ ഇറങ്ങിയാൽ അവിടെ ഒരു പോസ്റ്റ് ഓഫീസിനെ നമുക്ക് കാണാം. ആ പോസ്റ്റ് ഓഫീസിലെ ഒരു വിശേഷത, അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യപ്പെടുന്ന കത്തുകൾക്കെല്ലാം പ്രത്യേക തരത്തിൽ അഞ്ജനാദ്രി കുന്നിന്റെ പടം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സീലാണ് അതിൽ പതിക്കാറുള്ളത്. നിർഭാഗ്യവശാൽ അന്ന് ഒരു ഞായറാഴ്ച ആയിരുന്നതിനാൽ പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു. ഞങ്ങൾക്ക് എഴുത്ത് പോസ്റ്റ് ചെയ്യാനും സാധിച്ചില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഒരു കത്ത് ഇന്നിവിടെ നിങ്ങളെ കാണിക്കുവാനായി എനിക്ക് സാധിക്കാതെയും പോയി. അഞ്ജനാദ്രി കുന്നിൽ നിന്ന് ഏറെ അകലെയല്ല ആനേഗുണ്ടി കോട്ടകൾ. ആ കോട്ടയിലേക്ക് ഉള്ളിലേക്ക് നാം പ്രവേശിച്ച് നടന്നു പോകുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ടാണ് നമുക്കതിനെ കാണാനായി സാധിക്കുന്നത്. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന, കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് ആനേഗുണ്ടിയിലുള്ളത്. അതിന് വളരെ സമീപത്തായിട്ട് തന്നെയാണ് ബാലി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ബാലിയും സുഗ്രീവനും ചേർന്ന് ദ്വന്ദ്വയുദ്ധം ചെയ്ത് വളരെ ദീർഘനാളുകൾ ഈ ഗുഹയ്ക്ക് പരിസരത്തും അകത്തും ഒക്കെ വെച്ചാണ്. ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴിയും കുറെ കൂടെ വിശാലമായതാണ്. ആ ഗുഹ ഇന്നും അവിടെ നിലനിൽപ്പുണ്ട്. അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഈ മഹാമേരുക്കളായ 2 വാനരന്മാരുടെ ശക്തമായ താഠനങ്ങളും പ്രകമ്പനം കൊള്ളിക്കുന്ന അട്ടഹാസങ്ങളുമൊക്കെ മുഴങ്ങി കേൾക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ മനസ്സിലോടിയെത്തും. അനിർവചനീയമായ പല ചിന്തകളും ഉയർത്തിക്കൊണ്ടാണ് രാമായണ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നാം ഈ പ്രദേശങ്ങളിലൊക്കെ തിരയുന്നത്. വളരെ മൂല്യവത്താണ് ഈ അഞ്ജനാദ്രി കുന്നുകളിലേക്കും അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള
ഇത്തരം പുണ്യപ്രദേശങ്ങളിലെയും സന്ദർശനം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളും ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ പാദസ്പർശമേറ്റ് ഇന്നും അദ്ദേഹം ഭക്തജനങ്ങൾക്ക് നിർലോഭമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഞ്ജനാദ്രി കുന്നുകൾക്ക് മുകളിൽ എത്തിച്ചേർന്ന് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കാമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്. ഇത്രയും സമയം എന്നോടൊപ്പം ചെലവഴിച്ചതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.